എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ ഡിഗ്രി പ്രവേശനത്തിനായിട്ട് വിദ്യാർത്ഥികൾ കോളേജിൽ പോകുന്ന സമയത്ത് എന്തൊക്കെ ഡോക്യുമെൻറ്റുകളാണ് കൊണ്ടുപോവേണ്ടത് എന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അതിനുള്ള ഉത്തരം ഈ ഒരു വീഡിയോയിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. എല്ലാ യൂണിവേഴ്സിറ്റിയുടെയും വെബ്സൈറ്റിൽ ഈ ഒരു ഡീറ്റെയിൽസുകൾ കറക്റ്റായിട്ട് ഏതെങ്കിലും ഒരു ഭാഗത്ത് നൽകിയിട്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ യൂണിവേഴ്സിറ്റിയുടെ ആ ഒരു പ്രോസ്പെക്ടസ് നോക്കുന്ന സമയത്ത് തന്നെ ആ ഒരു ഡീറ്റെയിൽസ് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അഡ്മിഷനായിട്ട് പോകുന്ന സമയത്ത് എന്തൊക്കെ ഡോക്യുമെൻറ്റുകൾ വേണം എന്നുള്ളത് പറയുന്നതിന് മുമ്പായിട്ട് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് പല യൂണിവേഴ്സിറ്റിയുടെയും അലോട്ട്മെൻറ്റിൻ്റെ ആ ഒരു പ്രൊസീജിയറിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകും. അതായത് ചില യൂണിവേഴ്സിറ്റികൾ നിങ്ങൾക്ക് ഏതൊരു യൂണിവേഴ്സിറ്റി ആയാലും നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങളൊരു മാൻഡേറ്ററി ഫീസ്, അത് നിർബന്ധമായിട്ടും അടയ്ക്കേണ്ട ഫീസ് അടയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് ഓൺലൈനായിട്ടാണ് വിദ്യാർത്ഥികൾ അടയ്ക്കേണ്ടതായിട്ട് വരിക. അതായത് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു സീറ്റ് നിങ്ങൾക്കായിട്ട് ഉറപ്പാക്കുന്നതിനായിട്ടും ആ ഒരു സീറ്റ് പോവാതിരിക്കുന്നതിനായിട്ടും വിദ്യാർത്ഥികൾ ഒരു നിശ്ചിത ഫീസ് അടയ്ക്കേണ്ടതായിട്ട് വരും. അലോട്ട്മെൻറ്റ് ലഭിച്ചു കഴിഞ്ഞാലും വിദ്യാർത്ഥികൾ ഫീസ് അടക്കാതെ വരികയാണെങ്കിൽ ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുക മാത്രമല്ല അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് വിദ്യാർത്ഥികളെ പുറത്താക്കുകയും ചെയ്യുന്നതായിരിക്കും. അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ അടുത്ത അലോട്ട്മെൻറ്റിന് വെയിറ്റ് ചെയ്യുകയും ചെയ്യേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ആദ്യമായിട്ട് കിട്ടുകയാണെങ്കിൽ വിദ്യാർത്ഥികൾ ഒരു മാൻഡേറ്ററി ഫീസ്, അത് നിർബന്ധമായിട്ടും അടയ്ക്കേണ്ട ഒരു ഫീസ് അടയ്ക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ചില യൂണിവേഴ്സിറ്റികൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്ന ശേഷമാണ് അഡ്മിഷൻ കോളേജിൽ പോയിട്ട് എടുക്കാനായിട്ട് പറയുന്നത്. എന്നാൽ ചില യൂണിവേഴ്സിറ്റികൾ ആണെങ്കിൽ അലോട്ട്മെൻറ്റ് വന്ന് അതിനുശേഷം മാൻഡേറ്ററി ഫീസ് അടച്ച ശേഷം പിന്നീട് അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്ന ശേഷം മാത്രമാണ് വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ ലഭ്യമാക്കുന്നത്, അതായത് അഡ്മിറ്റ് കാർഡ് ലഭ്യമാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ യൂണിവേഴ്സിറ്റിയുടെയും അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങൾ വിദ്യാർത്ഥികൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. കാരണം വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് കിട്ടി ജോയിൻ ചെയ്യാതിരിക്കുകയോ മറ്റോ അതുപോലെ മാൻഡേറ്ററി ഫീസ് അടക്കുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ അലോട്ട്മെൻറ്റ് അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്നും പുറത്താക്കപ്പെടുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു കാര്യങ്ങളാണ്. അതായത് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ മാൻഡേറ്ററി ഫീസ് അടച്ച് ആ ഒരു കോളേജിൽ അഡ്മിഷൻ എടുക്കണോ വേണ്ട, എന്താണ് നിർദ്ദേശം എന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. ടെമ്പററി അഡ്മിഷനും പെർമനൻറ്റ് അഡ്മിഷനുമാണ് ഉള്ളത്. അപ്പോൾ ഇതിൽ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ പെർമനൻറ്റും രണ്ടാമത്തെ ഓപ്ഷനോ അതിന് താഴെയുള്ള മറ്റു ഓപ്ഷനുകളോ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ടെമ്പററി അഡ്മിഷൻ നേടാവുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾ അഡ്മിഷൻ ടൈമിൽ എന്തൊക്കെ ഡോക്യുമെൻറ്റുകളാണ് ഹാജരാക്കേണ്ടത് എന്നുള്ള കാര്യം പറയാം. വിദ്യാർത്ഥികൾ അപേക്ഷിച്ചതിൻ്റെ ആ ഒരു ആപ്ലിക്കേഷൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട്, അപേക്ഷ നൽകിയപ്പോൾ നിങ്ങൾക്കൊരു പ്രിൻ്റ് ഔട്ട് കിട്ടിയിട്ടുണ്ടാകും. അത് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു പ്രിൻ്റ് ഔട്ട് ഡൗൺലോഡ് ചെയ്യാനുള്ള ആ ഒരു ഓപ്ഷൻസ് ഈ ഒരു അതത് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റുകളിൽ ലഭ്യമാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ആദ്യമായിട്ട് ഈ ഒരു അപേക്ഷയ്ക്ക് നൽകിയപ്പോൾ അടച്ച ആ ഒരു അപേക്ഷാ ഫീസിൻ്റെ പ്രിൻ്റ് ഔട്ടും അതുപോലെ അലോട്ട്മെൻറ്റ് കിട്ടിയ ശേഷം വിദ്യാർത്ഥികൾ യൂണിവേഴ്സിറ്റിയിലേക്ക് ഒരു മാൻഡേറ്ററി ഫീസ് അടച്ചിട്ടുണ്ടാകും. അപ്പോൾ ആ ഒരു ഫീസിൻ്റെ റെസിപ്റ്റുമാണ്, അതായത് പ്രിൻ്റ് ഔട്ടുമാണ് വേണ്ടത്. ആ ഒരു ഫീ ഡീറ്റെയിൽസ് ഉള്ള ആ ഒരു അപേക്ഷയുടെ ആ ഒരു പ്രിൻ്റ് ഔട്ടാണ് വേണ്ടത്. അപേക്ഷയല്ല, ഫീസ് അടച്ച റെസിപ്റ്റിൻ്റെ പ്രിൻ്റ് ഔട്ടാണ്. അതായത് ഫീസ് അടച്ചാൽ നിങ്ങൾക്കൊരു പ്രിൻ്റ് ഔട്ട് കിട്ടും. അപ്പോൾ അതാണ് വേണ്ടത്. അടുത്തതായിട്ട് നിങ്ങളുടെ പ്ലസ് ടുവിൻ്റെ ഒറിജിനൽ മാർക്ക് ലിസ്റ്റാണ്, അതായത് പ്ലസ് ടു സർട്ടിഫിക്കറ്റാണ് ആവശ്യമായിട്ടുള്ളത്. നിങ്ങൾ CBSE ആണോ ICSE ആണോ അല്ലെങ്കിൽ ഈ ഒരു സാധാരണ പ്ലസ് ടു ആണെങ്കിലും നിങ്ങളുടെ ഒറിജിനൽ പ്ലസ് ടു ഡോക്യുമെൻ്റാണ് വേണ്ടത്. അത് 12th സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾ TC ആണ്, ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് ആണ്. ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ TC, അത് നിങ്ങൾ അവസാനമായിട്ട് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിച്ചത് അവിടെ നിന്നും തന്നിട്ടുള്ള TC ആണ് വേണ്ടത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത്. അതുപോലെ നിങ്ങളുടെ കോഴ്സ് ആൻഡ് കോൺടാക്റ്റ് സർട്ടിഫിക്കറ്റ്, അതായത് നിങ്ങളുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ് ആണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങൾക്ക് പ്ലസ് ടു കഴിഞ്ഞപ്പോൾ സ്കൂളിൽ നിന്ന് തന്നിട്ടുണ്ടാകും. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് ആണ് ഇനി പറയുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഏതാണോ ആവശ്യമുള്ളത് ആ ഒരു ഡോക്യുമെൻറ്റുകളാണ് വേണ്ടത്. അത് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ അന്ത്യോജന അന്യയോജന AAY അല്ലെങ്കിൽ പ്രയോറിറ്റി ഹൗസ് ഹോൾഡ് PHH, അതുപോലെ കാറ്റഗറി സർട്ടിഫിക്കറ്റ് EWS അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻകം ആൻഡ് അസറ്റ് സർട്ടിഫിക്കറ്റ് ഫോർ എക്കണോമിക്കലി വീക്കർ സെക്ഷൻസ് EWS. ഇതിൽ നിങ്ങൾക്ക് ഏതൊക്കെയാണ് ആവശ്യമുള്ളത് അതാണ് നിങ്ങൾ എടുക്കേണ്ടത്. അതുപോലെ തന്നെ SCBC കാറ്റഗറിയുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ആണ് ആവശ്യമുള്ളത്. SCBCയിലാണ് OBC അതുപോലെ OEC OBH എന്നിങ്ങനെയുള്ള വിഭാഗങ്ങളൊക്കെ പെടുന്നത്. ഓരോ യൂണിവേഴ്സിറ്റിയുടെയും പ്രോസ്പെക്ടസിൽ കറക്റ്റായിട്ട് SCBC എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഉൾപ്പെടുന്ന കാൻഡിഡേറ്റ്സിൻ്റെ ഏതൊക്കെ വിഭാഗങ്ങളാണ് എന്നുള്ള കാര്യം അറിയാൻ പറ്റും.
അടുത്തതായിട്ട് വേണ്ടത് നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക് അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ ബോണസ് മാർക്ക് തെളിയിക്കുന്നതിനാവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ്. ചില യൂണിവേഴ്സിറ്റികൾ NCC, NSS, SPC അതുപോലെ ഉള്ള കാര്യങ്ങൾ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് എന്നിവയ്ക്ക് ഈ ഒരു ബോണസ് പോയിന്റ് നൽകുന്നുണ്ട്. ചില യൂണിവേഴ്സിറ്റി ഗ്രേസ് മാർക്കാണ് നൽകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് തെളിയിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഡോക്യുമെൻ്റാണ് വേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു കേരള ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ കേരള അല്ലെങ്കിൽ VHSC കേരള, THSC കേരള, NIOS അതുപോലെ തന്നെ കേരള ലിറ്ററസി മിഷൻ, CBSE, CISCE ആൻഡ് സ്റ്റേറ്റ് ഓർ സെൻട്രൽ ഇക്വലൻറ്റ് എന്നിവ ഒഴികെയുള്ള മറ്റേതെങ്കിലും നിന്നുമാണ് ഈ ഒരു ക്വാളിഫിക്കേഷൻ നേടിയിട്ടുള്ളത് എങ്കിൽ നിങ്ങൾ കണ്ണൂർ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കേരള യൂണിവേഴ്സിറ്റി, MG യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയിലാണോ അലോട്ട്മെൻറ്റ് ലഭിച്ചത് ആ ഒരു യൂണിവേഴ്സിറ്റി നൽകുന്ന റെക്കഗ്നിഷൻ സർട്ടിഫിക്കറ്റ് അഡ്മിഷൻ ടൈമിൽ നൽകേണ്ടതുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നാറ്റിവിറ്റി തെളിയിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻ്റാണ് ആവശ്യമുള്ളത്. അതുപോലെ ഈ ഒരു റെക്കഗ്നേഷൻ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിൽ പോയി ഒരു നിശ്ചിത ഫീസ്, ഒരു 100 രൂപയാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ആ ഒരു ഫീസ് അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു റെക്കഗ്നേഷൻ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും ഡോക്യുമെൻറ്റുകൾ ഈ ഒരു അഡ്മിഷന് അപേക്ഷ നൽകുന്ന, അതായത് ആപ്ലിക്കേഷൻ നൽകുന്ന സമയത്ത് എന്തെങ്കിലും ഡോക്യുമെൻറ്റുകൾ നൽകിയിട്ടുണ്ട്, അതായത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡോക്യുമെൻ്റാണ് വേണ്ടത്. അതായത് നിങ്ങൾക്ക് PD കാറ്റഗറി അല്ലെങ്കിൽ സ്പോർട്സ് കോട്ട അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾ എന്നിങ്ങനെ അതുപോലെ എന്തെങ്കിലും റിസർവേഷൻ്റെ ഡോക്യുമെൻറ്റുകൾ നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡോക്യുമെൻറ്റുകളും നിങ്ങൾ അഡ്മിഷൻ ടൈമിൽ ഹാജരാക്കണം. അതുപോലെ ചില യൂണിവേഴ്സിറ്റികളിലായിട്ട്, അതായത് വിദ്യാർത്ഥികൾ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്ത് ആ ഒരു കോഴ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡിസ്കണ്ടിന്യൂഷൻ സർട്ടിഫിക്കറ്റ് അഡ്മിഷൻ ടൈമിൽ ഹാജരാക്കേണ്ടതാണ്. അത് ചില വിദ്യാർത്ഥികൾ ചിലപ്പോൾ അഡ്മിഷൻ എടുത്ത് പകുതിക്ക് നിർത്തി നിങ്ങൾക്ക് പിന്നീട് ഇപ്പോൾ അലോട്ട്മെൻറ്റിൽ അപേക്ഷിച്ച് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് അതത് യൂണിവേഴ്സിറ്റികൾ നൽകുന്ന ഡിസ്കണ്ടിന്യൂസ് സർട്ടിഫിക്കറ്റ് വിദ്യാർത്ഥികൾ ഹാജരാക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയും ഡോക്യുമെൻറ്റുകളാണ് വേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ ടൈമിൽ അപേക്ഷാ ഫീസ്, കോളേജിൽ അടക്കേണ്ട ഫീസ് ആവശ്യമായിട്ട് വരും. ടെമ്പററി അഡ്മിഷൻ ഫീസ് അടക്കേണ്ടതില്ലെങ്കിലും പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കുന്നതാണെങ്കിൽ നിശ്ചിത ഫീസ് നിങ്ങൾ ആ ഒരു കോളേജിൽ അടക്കേണ്ടതായിട്ട് വരുന്നതാണ്. അപ്പോൾ ആ ഒരു ഫീസും അതുപോലെ തന്നെ നിങ്ങളുടെ 1, 2 അല്ലെങ്കിൽ ഒരു 6 ഫോട്ടോ കയ്യിൽ കരുതുക. പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആണ് കയ്യിൽ കരുതേണ്ടത്. അപ്പോൾ ഇത്രയും ഡോക്യുമെൻ്റാണ് വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ടൈമിൽ ഹാജരാക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ വീഡിയോ സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.